friends, welcome back to Priya Shafi Vlogs. Hannu മാട്ട് എവിടെയാ വന്നേക്കുന്നത്? Isle of Wight പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പം എവിടെയുള്ളത്? സ്റ്റോൺഹെഞ്ച്. ഇതാ നമ്മൾ ട്രിപ്പിലാണ് കേട്ടോ. നമ്മളൊരു 4 days ട്രിപ്പിലോട്ടാണ്. നമ്മൾ ലെസ്റ്ററിൽ നമുക്ക് നമ്മുടെ ഒരു 5 ഫാമിലി ഉണ്ട്. ബാത്തി എന്നുള്ളൊരു ഫാമിലി കൂടെ ഉണ്ട്. നമ്മൾ മൊത്തം 6 ഫാമിലിയാണുള്ളത്. നമ്മൾ പോകുന്നത് ഐൽ ഓഫ് വൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് സ്റ്റോൺഹെഞ്ച് ആയിരുന്നു. നമ്മുടെ ഒരു ഐൽ ഓഫ് വൈറ്റ് ടൂർ പ്ലാനിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്റ്റോൺഹെഞ്ച് ആയിരുന്നു. കാരണം നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഇത് സാലിസ്ബറി എന്ന സ്ഥലത്താണ് സ്റ്റോൺഹെഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് മോണ്യുമെൻ്റ് ഉള്ളത്. നമുക്ക് ലെസ്റ്ററിൽ നിന്നൊരു 2 hours 40 minutes, നിയർലി 3 hours എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീക്കാണെങ്കിൽ കുട്ടികൾക്ക് ഹോളിഡേയ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ നമുക്കിവിടെ UK-യിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു, ചെറുതായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അതുകൊണ്ട് കാലാവസ്ഥ അത്ര ഓക്കെ അല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടങ്ങ് മാറി. എന്നാലും ആ ഒരു കാറ്റിന് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ചൂട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളിപ്പം ഈ സ്റ്റോൺഹെഞ്ചിൻ്റെ എൻട്രൻസിലോട്ട് വന്നിരിക്കുകയാണ്. സ്റ്റോൺഹെഞ്ചിൻ്റെ എൻട്രൻസ് അല്ല, സ്റ്റോൺഹെഞ്ചിലോട്ട് പോകേണ്ട ബസ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഒരു എക്സിബിഷൻ, ഒരു സെൻറ്ററും കൂടി ഉണ്ട്, ഒരു മ്യൂസിയം പോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് ഈ സ്റ്റോൺഹെഞ്ച് വരെ പോകാം. അതിന് നമ്മൾ ആ സമയം ചെന്ന് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ 30 pounds ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 1 day ago വരെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തെങ്കിൽ നമുക്ക് 21 pound ഉള്ളൂ. ആ 21 pound നമുക്ക് ഇവിടുത്തെ ഈ ഒരു എക്സിബിഷനും കാണാം. അതുപോലെ തന്നെ നമുക്ക് ബസ്സിന് ഈ സ്റ്റോൺഹെഞ്ചിൻ്റെ ആ ഒരു സ്ഥലം വരെ ചെല്ലുകയും ചെയ്യാം. ഇനി ആ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ 30 pounds. ഇനി ഈ എക്സിബിഷൻ നമുക്ക് കാണാൻ താല്പര്യമില്ല, നമുക്ക് ജസ്റ്റ് ഈ സ്റ്റോൺഹെഞ്ച് ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ ഒരു കുറച്ച് ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നിയർലി ഹാഫ് ആൻ അവർ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 20 minutes എന്തായാലും പറയാം, 20 minutes to 30 minutes എന്തായാലും നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെയാണ് പോകാൻ ഇഷ്ടമുള്ളവർക്കെങ്കിൽ അങ്ങനെ പോയി കാണുകയും ചെയ്യാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പൈസയുടെയും ചിലവില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെയായിരുന്നു പോയത്. ആ ദിവസം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ടിക്കറ്റിലെ ഇത്ര നമുക്ക് എമൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകുന്നത് ക്യാൻസൽ ചെയ്തു. ഞങ്ങളെല്ലാവരും നടന്നു പോയാണ് സ്റ്റോൺഹെഞ്ച് കണ്ടത്. ബസ്സിന് പോകുന്നവർക്കാണെങ്കിൽ കുറേയും കൂടി അടുത്തേക്ക് ചെന്ന് കാണാം. അതുപോലെ തന്നെ ഗൈഡഡ് ടൂർ അവൈലബിൾ ആണ്. അപ്പോൾ ബസ്സിന് പോകുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊരു ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടുന്നതാണ്. ഇത് എക്സിബിഷൻ ഏരിയ അല്ല, ഈ ഒരു സ്റ്റോൺഹെഞ്ചിനെ കുറിച്ചുള്ള ചെറിയൊരു ഹിസ്റ്ററി തരുന്ന ഒരു സംഭവം അവിടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ആൾക്കാർ നടന്നു പോകുന്നത് ഈ റൂട്ടാണ്. നമ്മൾ നടന്ന് ആ സ്റ്റോൺഹെഞ്ചിൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. ഇപ്പം ഈ ഒരു ഏരിയയിൽ അത് അവരുടെ ബസ് സ്റ്റേഷൻ ആൾക്കാരെ ഇവിടുന്ന് പിക്ക് ചെയ്യും, സ്റ്റോൺഹെഞ്ച് കണ്ടു കഴിഞ്ഞ് തിരിച്ചവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാണുന്ന കുടിലുകൾ പോലെ ആ കാലത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നവരുടെ വീടുകളാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി കാണാം. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോൺസ്, അതായത് ഈ സ്റ്റോൺഹെഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ജൈജാൻറ്റിക് സ്റ്റോൺസ്, അതിങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പം ഈ ഒരു സ്റ്റോൺഹെഞ്ചിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഈ സാർസൻ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ജൈജാൻറ്റിക് സ്റ്റോൺസ് ആണ്. അപ്പം ഇവിടെ നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കവിടുത്തെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് വലിച്ചു നോക്കാം. അപ്പം നമ്മൾ വലിക്കുമ്പം അതിൻ്റെ അവിടെ തെളിഞ്ഞു വരും നമ്മളെപ്പോലെയുള്ള എത്ര ആൾക്കാർ വലിച്ചാൽ ഈ ഒരു സ്റ്റോൺ അനങ്ങും എന്നുള്ളത്. അങ്ങനെ ആൾക്കാരൊക്കെ അവിടുന്ന് അതിനെ വലിച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ സ്റ്റോൺസും ഉണ്ട്, ബ്ലൂ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ വെയിൽസിൽ കണ്ടുവരുന്ന ടൈപ്പ് ഒരു സ്റ്റോൺ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ അതിൻ്റെ വീണ്ടും ചെറിയ രീതിയിലുള്ള ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഐഡിയ ഇപ്പോഴും ഇല്ല. എന്നാലും പല കാലങ്ങളിലെ ഗവേഷകരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവിടെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെയിൽ കുറച്ച് കാര്യമായിട്ട് വന്നെങ്കിലും കാറ്റൊരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് വീടിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഈ സ്റ്റോൺഹെഞ്ച് പണിത ആൾക്കാർ താമസിച്ചു കൊണ്ടിരുന്ന വീടുകളുടെ ഒരു മോഡലാണ്. ഇതിവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് ആ സ്റ്റോൺഹെഞ്ചിൻ്റെ പരിസരങ്ങളിൽ നിന്നും ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് ഈ വീടുകളൊക്കെ, അതായത് BC 2500 ടൈമിലൊക്കെ, അതായത് ഈ സ്റ്റോൺഹെഞ്ച് പണി കഴിപ്പിച്ചെന്ന് പറയപ്പെടുന്ന ആ ഒരു ടൈമിൽ തന്നെ
ഉണ്ടായിരുന്ന ടൈപ്പ് വീടുകളാണ്. അത് ഇവർ റീബിൽഡ് ചെയ്ത് ഒരു മോഡൽ നമുക്കൊക്കെ വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ വേണ്ടി ഇവിടെ കുറച്ചൊരു 4-5 വീടുകൾ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എന്താണ് കാണാം, ഈ പുല്ല് പോലെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് മേഞ്ഞിരിക്കുന്നതും അവരുടെ ബെഡ് കാര്യങ്ങൾ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ അതുപോലെ ഈ കുടിലുകളെന്ന് ഞാൻ പറയുന്നതാണ്. ആ വീടുകൾക്ക് പല ടൈപ്പിലാണ്, പല ഷേപ്പിലാണ് അത് പടുതേക്കുന്നത്. ചിലതൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാകും, ചിലതൊരു ബോൾ ഷേപ്പ് പോലെ, അങ്ങനെ പല ഷേപ്പിൽ കാണാം. അവിടെ നിന്ന് ഒരാൾ നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ നിയോലിത്തിക് വില്ലേജൊക്കെ ഞങ്ങളിന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേട്ടു. ഇനി നമുക്കെന്നാൽ സ്റ്റോൺ ഹെഞ്ചിലോട്ട് പോയാലോ? ഇതാ ഞങ്ങളിപ്പോൾ കുറച്ച് പേരാണ് പോകുന്നത്, ബാക്കിയുള്ള ആൾക്കാർ ഓൾറെഡി അവിടെ എത്തി. ഞങ്ങൾ ഇൻഫോം ചെയ്ത് നിങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്ന് പോരെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുട്ടിപ്പട്ടാളമൊക്കെ ആയിട്ട് പതുക്കെ സ്റ്റോൺ ഹെഞ്ച് കാണാൻ പോവാണ്. മുതിർന്നവർക്കാണെങ്കിൽ നടന്നു പോകുന്നത് നല്ലതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബസ് ചൂസ് ചെയ്യണം. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ ഹന്നുവും തുമ്പിയൊക്കെ ആണെങ്കിൽ 3 വയസ്സുള്ള കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മോട് എടുക്കെന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടാൻ തുടങ്ങും. അവർക്ക് അത്ര നടക്കാൻ എന്തായാലും പറ്റിയില്ല. അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് ചൂസ് ചെയ്ത് തന്നെ പോകാം. അപ്പോൾ ഇതാണ് സ്റ്റോൺ ഹെഞ്ച്. നിങ്ങൾക്ക് കാണാം ഈ സാർസൻ സ്റ്റോൺസ് ഇങ്ങനെ പല രീതിയിലിരിക്കുന്നത്. അപ്പം ഇതൊരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഇത് ബിൽറ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ആരാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലൊന്നും നമുക്കൊരു പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ അല്ല. അപ്പം എന്തായാലും പക്ഷേ ഇതൊരു ഇംഗ്ലണ്ടിൻ്റെ ഒരു മോസ്റ്റ് ഫേമസ് ലാൻഡ്മാർക്ക് തന്നെയാണ്. ഇതൊരു വർഷിപ്പ് സെൻറ്റർ ആയിരുന്നെന്നും അതുപോലെ സമയം കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സമയം അറിയാൻ വേണ്ടിയൊക്കെ ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പലതരത്തിലുള്ള പല സമയങ്ങളിലെ ഗവേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ബെറിയൽ സെൻറ്റർ ആയിരുന്നു പറയപ്പെടുന്നത്. കാരണം ഇതിന് ചുറ്റും ഒരുപാട് ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏജ് നമ്മൾ ഇത്ര കാലം മുമ്പാണ് ഇത് പണി കഴിപ്പിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇപ്പം നമ്മൾ ഈ മുമ്പിലൂടെ നടക്കുന്ന ആൾക്കാർ ബസ്സിന് വന്നവരാണ്. നമ്മളതിൻ്റെ ഒരു ലൈൻ ഇപ്പുറത്ത് നമ്മൾ നടന്നു വന്നവർക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയുള്ള ഈ ചെറിയ സ്റ്റോൺസ് ബ്ലൂ സ്റ്റോൺസ് ആണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞത് കൂടുതൽ വെയിൽസിലാണ് കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി, സ്റ്റോൺ ഹെഞ്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിന് പുറത്തുള്ള ആൾക്കാർ, അതായത് വെൽഷ് ആൾക്കാരും അതുപോലെ മെഡിറ്ററേനിയൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെയാണ് ഇത് പണി കഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോൺ ഹെഞ്ചിൽ പോയി ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. അതിന് ചുറ്റും നമുക്ക് നടക്കാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ നടന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതാ തിരിച്ചു പോകുന്ന വഴി നമുക്ക് ഇവിടെ നിന്നും സ്റ്റോൺ ഹെഞ്ച് കാണാം. നമ്മളതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യുക. അവർക്ക് കുറേ കൂടെ ടൈമൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാം. കുറേ കൂടെ ഹിസ്റ്ററിയൊക്കെ അവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞങ്ങളിതാ സ്റ്റോൺ ഹെഞ്ചിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. എല്ലാവരും ഇത്രയൊക്കെ നടന്ന് ക്ഷീണിച്ച് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നത് എലയ റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇത് സലിസ്ബറി തന്നെയുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ഓൾറെഡി അവിടെ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തോട്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടേബിൾ ചെയറൊക്കെ അവർ അറേഞ്ച് ചെയ്തോട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഓൾറെഡി ചെയ്തു. അതിനനുസരിച്ച് ഇവരിതാ ഭംഗിയായി എല്ലാവർക്കും ഇരിക്കാവുന്ന വിധത്തിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ച്. അപ്പോൾ അതിൻ്റേതായ ഒരു താമസം ഉണ്ടായിരിക്കും. ഒരു ഹാഫ് ആൻ അവർ ടൈമിലുള്ള നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ എത്തും. പക്ഷേ നമ്മൾ അതും നേരത്തെ നമുക്ക് വേണമെങ്കിൽ വിളിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് അധികം താമസമൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ചായൻ പതിവ് പോലെ ചിക്കൻ ബിരിയാണി പുള്ളിക്കാരൻ കംഫർട്ട് സോൺ വിട്ട് ഒരിക്കലും പിടിക്കാറില്ല. ഞാനൊരു ചേഞ്ചിൻ്റെ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ചട്ടിച്ചോറ് നമ്മൾ കഴിച്ചിട്ടുണ്ട്, എന്നാലും അവിടെ ഉള്ളതിൽ പെട്ടെന്നൊരു വെറൈറ്റി ചട്ടിച്ചോറായിരുന്നു. ഞങ്ങൾ ഒരു 3-4 പേര് ചട്ടിച്ചോറ് കഴിച്ചു. കുട്ടികളൊക്കെ അപ്പവും കറികളൊക്കെ കഴിച്ചു. പിന്നെ പലതരത്തിലുള്ള ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ എല്ലാവരും ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ, വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. പിന്നെ പാർക്കിങ്ങിന് മാത്രം ഒരു ചെറിയൊരു സൗകര്യമുണ്ട്. നമ്മൾ റോഡ് സൈഡ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പതുക്കെ അവിടെ നിന്നൊരു 1 മണിക്കൂർ ഒക്കെ കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു ചെന്ന ടൈമിൽ അവിടെ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗത്തിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. മാളോട്ടിയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ചുറ്റുമുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ സാലിസ്ബറി കത്തീഡ്രലിലോട്ടാണ് പോയത്. ഈ കത്തീഡ്രലിൽ ഈ വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഈവനിങ് 4:30 വരെയേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി ലേറ്റായിപ്പോയി.
അപ്പോൾ ഇതാണ് സാലിസ്ബറി കത്തീഡ്രൽ. കത്തീഡ്രലിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. നമുക്ക് കാണാം ഈ കത്തീഡ്രൽ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒരുപാട് വിശാലമായി കിടക്കുവാണ്. ഇത് ബ്രിട്ടനിലെ തന്നെ ലാർജസ്റ്റ് കത്തീഡ്രൽ ക്ലോസ് ആണ്. പിന്നെ ഇത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലുള്ള ഒരു ചർച്ചാണ്. ഇതൊരു 1200 കാലഘട്ടങ്ങളിൽ, 1200 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കത്തീഡ്രൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 38 വർഷത്തോളം എടുത്തു എന്ന് പറയപ്പെടുന്നു ഇത് പണി കഴിപ്പിക്കാൻ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഈ ഒരുപാട് ചിത്രപ്പണി, കൊത്തുപണിയൊക്കെ, പിന്നെ വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ ഈ ഒരു വോളിൽ മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് കയറിയിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഉള്ളിലെ ഗൈഡഡ് ടൂർ, ആ ഒരു വിസിറ്റിംഗ് അവേഴ്സ് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. 4:30 ക്ലോസ് ആവും അത്. ഈ സാലിസ്ബറി കത്തീഡ്രലിനെ ഫേമസ് ആക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെയുള്ള മാഗ്ന കാർട്ട. അതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി ഇവിടെയാണുള്ളത്. 4 ഒറിജിനൽ കോപ്പീസാണുള്ളത്. അതിൽ ഒന്ന് സാലിസ്ബറി കത്തീഡ്രലും, ഒന്ന് ലിങ്കൺ കാസിലും, ബാക്കി 2 ബ്രിട്ടീഷ് ലൈബ്രറിയിലുമാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1200 കാലഘട്ടങ്ങളിൽ അന്നത്തെ ഫ്രീഡം ഫൈറ്റേഴ്സും അതുപോലെ അന്നത്തെ രാജാവും അവർ തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ പാർട്ടാണ്. അതായത് ആരും നിയമത്തിന് മുകളിലല്ല. രാജാക്കന്മാരൊക്കെ അവരെ ആ ഒരു അവരുടെ ഒരു അധികാരം മറ്റു തരത്തിലൊന്നും ഒരു യൂസ് ചെയ്യാതെ, അനാവശ്യമായി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടമ്പടി പോലൊരു കാര്യമാണത്. ആരും നിയമത്തിന് മുകളിൽ, എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നുള്ളൊരു കാര്യമാണ് മാഗ്ന കാർട്ട സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു ഏരിയ മുഴുവൻ തന്നെ ഇതൊരു ബറിയൽ ഗ്രൗണ്ട് പോലെ ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന മെത്രാന്മാർ, വൈദ്യർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അടക്കം ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. നമുക്ക് കാണാം നമ്മൾ ഈ നടക്കുന്ന ഈ ഫുൾ ഒരു ഏരിയ മുഴുവൻ അതെ അവരുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത് ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പോർട്ടിക്കോ ഏരിയ മുഴുവൻ അവരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു കത്തീഡ്രലിനുള്ളിൽ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള, അത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ആ ഒരു വിസിറ്റിൽ കാണാൻ പറ്റുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അങ്ങനെ ഞങ്ങളിതാ സാലിസ്ബറി കത്തീഡ്രലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. നമുക്ക് ആ ഒരു വിസിറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ല. നമുക്ക് ഒരു ദിവസം വീണ്ടും വരാം ഈ കത്തീഡ്രലിലോട്ട്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഐൽ ഓഫ് വൈറ്റ് പോകുന്ന വഴി ആയതുകൊണ്ട് നമ്മൾ സ്റ്റോൺഹെഞ്ചിൽ നിന്ന് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ്. ബട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ കത്തീഡ്രൽ കാണാമല്ലോ, പുറത്ത് നാളെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോയാലോ. നമ്മുടെ ട്രിപ്പ് ഐൽ ഓഫ് വൈറ്റിലോട്ടാണ്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പം ആ റൂട്ടിലുള്ള കാര്യങ്ങളും കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ അത് മിസ്സാകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ സ്റ്റോൺഹെഞ്ച് കത്തീഡ്രൽ നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയത്. നമ്മളിപ്പോൾ ഇത് ഐൽ ഓഫ് വൈറ്റിലോട്ട് പോവാണ്. ഐൽ ഓഫ് വൈറ്റിൽ പോകണമെങ്കിൽ നമുക്കിത് ഇംഗ്ലണ്ടിൽ നിന്ന് ഫെറി വഴി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് ഈ ഫെറി ഉള്ളത് മെയിനായിട്ടും 3 സ്ഥലത്തു നിന്നാണ്: ലിമിംഗ്ടൺ, പോർട്സ്മൗത്ത് ആൻഡ് സതാംപ്ടൺ. നമുക്കിതിൽ ഏത് സ്ഥലത്ത് നിന്ന് വേണം ചൂസ് ചെയ്യാം. ഞങ്ങൾ ചൂസ് ചെയ്ത് ലിമിംഗ്ടണിൽ നിന്നായിരുന്നു. നമുക്ക് ഇതിൻ്റെ റേറ്റ് ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും. പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നതിൻ്റെയും ദിവസങ്ങളിലൊക്കെ അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പം 1 കാർ + 2 അഡൾട്ട്സ് അല്ലെങ്കിൽ 4 അഡൾട്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു കോംബോ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായി കിട്ടുന്ന എവിടെ നിന്നാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ലിമിംഗ്ടൺ ചൂസ് ചെയ്തതും. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത്, നമ്മളവിടെ ഐൽ ഓഫ് വൈറ്റിൽ ഇറങ്ങുന്ന പ്ലേസ് യാമൗത്താണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് വൈറ്റ്ലിംഗ് ഫെറിയാണ്. നമ്മുടെ ടൈം എന്ന് പറയുമ്പം ഈവനിങ് 7:40 ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഞങ്ങൾ അവിടെ ജസ്റ്റ് സ്പെൻഡ് ചെയ്തു. എല്ലാവരും വൈറ്റ്ലിംഗ് എത്തിയപ്പോഴേക്കും അതിൻ്റെ ഫോട്ടോ എടുക്കാൻ, വീഡിയോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും. ഞങ്ങളൊരു 7:20 ഒക്കെ ആയപ്പോഴേക്കും അവിടെ എത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി 1 by 1 ആയിട്ട് ലൈനായിട്ടാണ് ബാക്കിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യം ഐൽ ഓഫ് വൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വണ്ടികൾ പതുക്കെ ഫെറിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അതെല്ലാം പോയി കഴിഞ്ഞ ശേഷം നമ്മൾ 1 by 1 ആയിട്ട് നമ്മളും ഇപ്പം അകത്തോട്ട് കയറാൻ പോകുകയാണ്. അങ്ങനെ നമ്മൾ വൈറ്റ്ലിംഗ് ഫെറിയിലോട്ട് കയറി. ഇപ്പം നമ്മൾ ഈ താഴെ ചെല്ലുന്ന പാടെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് മുമ്പിലോട്ട് പോകുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ആദ്യം. അങ്ങനെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം ആ ഒരു ഏറ്റവും മുമ്പിലുള്ള സ്പേസ് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പം അവരിതാ ഈ ഒരു സെക്കൻഡ് സ്പേസിലാണ് നമ്മളിവിടെയാണ് ഇപ്പം നിർത്തുന്നത് വണ്ടി. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക്
ഇതിൻ്റെ ടോപ്പ് ലോഡിലായിട്ട് ഓരോ ഫ്ലോറിലായിട്ട് ലോഡ്ജസ് ഉണ്ട്, കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ. കഫറ്റേരിയ ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഡെക്കിൽ കയറിയിരിക്കാം. നമ്മൾ കൂടുതൽ അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ ഓപ്പൺ സ്പേസിൽ പോലും നമുക്ക് ആ ഒരു കടലിൻ്റെ ഭംഗിയും ഒക്കെ നന്നായി ആസ്വദിച്ച് പോകാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. നമുക്ക് ലിമിങ്ടണിൽ നിന്ന് യമൗത്തിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 to 30 minutes ആണ് നമുക്ക് ഈ ഫെറിയിൽ യാത്രയുള്ളത്. കുറച്ച് നേരമായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു ഫെറിയിലുള്ള ഒരു യാത്ര. അങ്ങനെ കടലിൻ്റെ ഭംഗിയൊക്കെ ആവോളം ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നു, നിങ്ങൾ ഐൽ ഓഫ് വൈറ്റ് എത്തിയിരിക്കുന്നു, വേഗം റെഡി ആയിക്കോളാൻ. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് യമൗത്ത് പോർട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും തിരിച്ച് കാറുകളിലോട്ട് കയറണം. അപ്പോൾ റെഡിയായിരിക്കും ഇറങ്ങാൻ വേണ്ടി എന്നുള്ള അനൗൺസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ ഞങ്ങളെല്ലാം വേഗം ഫോട്ടോ സെഷനൊക്കെ നിർത്തി ഓടിതാ താവട്ടെത്തി. അങ്ങനെ നമ്മൾ ഫെറിയിൽ നിന്ന് പതുക്കെ പുറത്തോട്ടിറങ്ങി. നമുക്ക് ഇന്ന് ഐൽ ഓഫ് വൈറ്റിൻ്റെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കാരവൻ സ്റ്റേയിലോട്ട് പോകാം. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ക്ഷീണിച്ച് എല്ലാവരും പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്ലാനും ഇല്ല. പോവുക, ഫ്രഷ് ആകുക, ഫുഡ് കഴിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബേംബ്രിഡ്ജിലാണ്. അവിടെയാണ് നമ്മൾ കാരവൻ സ്റ്റേ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 an hour ട്രാവലുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ഈ 14 അഡൾട്ട്സിനും 7 കുട്ടികൾക്കുമായിട്ട് 4 കാരവനാണ് ബുക്ക് ചെയ്തിട്ടിരുന്നത്, ഡബിൾ റൂമൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എപ്പോഴും ഒരു സ്ഥലത്താണ് കൂടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ അന്നത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ചെയ്തത്. ജോസ് ചേച്ചിയുടെ ബട്ടൻ ബിരിയാണിയും ഇച്ചായൻ്റെ വക നെയ്ച്ചോറും ബട്ടർ ചിക്കനും ഒക്കെ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു അന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വേണം നമുക്ക് ഐൽ ഓഫ് വൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ നെക്സ്റ്റ് 2 days നമ്മൾ ഐൽ ഓഫ് വൈറ്റിലായിരിക്കും. അപ്പോൾ സീ യു ടുമോറോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.